എല്ലാവർക്കും ഫോൺ മണി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവോ X200 FE അതുപോലെ തന്നെ ഏറ്റവും പുതിയ കളർ iQ30 എ സ്ക്രീൻ കിട്ടിയിട്ടുണ്ട്. സോ നമ്മളിന്ന് ചെയ്യുമ്പോൾ നമ്മുടെ വിവോ X200 FEയുടെ ഒരു ടിപ്സ്, ട്രിക്സ്, ഹിഡൻ ഫീച്ചേഴ്സ് ആൻഡ് സെറ്റിംഗ്സ് ആക്കുന്ന വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇൻവയിൽ നമ്മൾ ചില ഫീച്ചേഴ്സ് നമ്മുടെ iQ30 കമ്പയർ ചെയ്യുന്നത്, കാരണം രണ്ടും സെയിം എക്സാക്ട് സെയിം പ്രൈസിങ് 12GB 256GB രണ്ടുപേർക്കും 54,999 16GB 512GB രണ്ടുപേർക്കും 59,999 ആണ് വരുന്നത്. ഒരെണ്ണം ക്യാമറ സെൻട്രിക്കും ഒരെണ്ണം പെർഫോമൻസ് സെൻട്രിക്കുമാണ് വരുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഓഫ് ഫ്രം ദ സെറ്റിംഗ്സ്. ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് സ്റ്റാർട്ട് ചെയ്യാം. സോ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഓപ്ഷൻസ്, ഓട്ടോ ബ്രൈറ്റ്നസ്, കസ്റ്റം ബ്രൈറ്റ്നസ് ഓപ്ഷൻസ്, ആൻഡ് ദെൻ ഐ പ്രൊട്ടക്ഷൻ. അതിനകത്ത് നമുക്ക് സ്മാർട്ട് ഐ പ്രൊട്ടക്ഷൻ ഉണ്ട്, നോർമൽ ഐ പ്രൊട്ടക്ഷൻ ഉണ്ട്, ആൻറ്റി ഫെറ്റിക് ബ്രൈറ്റ്നസ് ഓൺ ആക്കാനുള്ള ഓപ്ഷൻ, ഫുൾ PWM ഡിമ്മിങ് ഓൺ ആക്കാനുള്ള ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. ആൻഡ് ഡാർക്ക് മോഡ് ഓൺ ഓഫ് അത് കസ്റ്റമൈസ് ബൈ ടൈം ടു ടൈം ചെയ്യാനുള്ള ഓപ്ഷൻസ്. ആൻഡ് ദെൻ നമ്മുടെ ഫോൺ സ്റ്റൈല്, ഫോൺ ഡിസ്പ്ലേ സൈസൊക്കെ മാറ്റാനുള്ള ഓപ്ഷൻ. ആൻഡ് നെക്സ്റ്റ് സ്ക്രീൻ കളേഴ്സ്, ഏറ്റവും സ്റ്റണ്ണിങ് കത്തണ കളർ കിട്ടണമെങ്കിൽ, സാച്ചുറേറ്റഡ് കളർ കിട്ടണമെങ്കിൽ ബ്രൈറ്റ് ഇടുക. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ സ്ക്രീൻ റീഫ്രഷ് റേറ്റ്. ഓക്കെ, ഇവിടെ ഒരു ഫസ്റ്റത്തെ ചേഞ്ച് എവിടെയാണ് വരുന്നത്? സോ സ്ക്രീൻ റീഫ്രഷ് റേറ്റ് നമ്മുടെ iQ30 144 Hz റീഫ്രഷ് റേറ്റ് ആണ് വരിക. യു കെൻ സി ഹൈ 144 Hz വേഴ്സസ് നമുക്ക് X200 120 Hz ആണ് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ സ്ക്രീൻ റെസൊല്യൂഷൻ. ഓക്കെ, സോ സ്ക്രീൻ റെസൊല്യൂഷൻ നോക്കുവാണെങ്കിൽ നമുക്ക് ഇതൊരു 1.5K ഡിസ്പ്ലേ ആണ് നമ്മുടെ X200 വരുന്നത്. ടു ബി പ്രിസൈസ് 2640 × 1216 പിക്സൽസ് ആണ് മാക്സിമം വരുന്നത്. വേഴ്സസ് നമുക്ക് ഇവിടെ മാക്സിമം 2K ഡിസ്പ്ലേ ആയത് കാരണം 3168 × 1440 ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ 2K ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. ആൻഡ് PPI ഡിഫറൻസ് ഉണ്ട്. 461 PPI നമ്മുടെ വിവോ X200 വരുന്നതെങ്കിൽ 510 PPI വരുന്നുണ്ട് നമ്മുടെ iQ30. തീർന്നിട്ടില്ല, ഇനി നമുക്ക് എക്സ്ട്രാ ഉള്ളത് എൻഹാൻസ്ഡ് ഡിസ്പ്ലേ എഫക്ട്സ്. അവിടെ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ വിഷ്വൽ എൻഹാൻസ്മെൻറ്റ് ഈ ഒരു ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ജസ്റ്റ് ടേൺ ഓൺ ചെയ്യാം. അത് കൂടാതെ രണ്ട് ഓപ്ഷൻസ് നമ്മുടെ iQ30 അത് ഒന്നാമത്തെ ഓപ്ഷൻ വെച്ചാൽ MEMC. ദാറ്റ് മീൻസ് മോഷൻ എസ്റ്റിമേഷൻ, മോഷൻ കമ്പൻസേഷൻ ആണ് പറയുക. ദാറ്റ് മീൻസ് നോർമലി ഒരു വീഡിയോ ആണെങ്കിൽ അതിനകത്ത് എക്സ്ട്രാ കുറച്ച് ഫ്രെയിംസ് ആഡ് ചെയ്ത് കുറച്ചും കൂടെ സ്മൂത്തർ ആക്കുക ആ വീഡിയോ. അതാണ് ഈ ഓപ്ഷൻ. ആൻഡ് നെക്സ്റ്റ് സൂപ്പർ റെസൊല്യൂഷൻ. ഇച്ചിരി ക്വാളിറ്റി കുറഞ്ഞ വീഡിയോ ആണ്, അത് കുറച്ചും കൂടെ റെസൊല്യൂഷൻ കൂട്ടി ഇച്ചിരി കൂടെ റെസൊല്യൂഷൻ അപ്സ്കെയിൽ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ സൂപ്പർ റെസൊല്യൂഷൻ. അത് ൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് നമ്മുടെ iQ30 വരുന്നുണ്ട്. അത് മിസ്സിംഗ് ആണ് നമ്മുടെ വിവോ X200 X200 വേഴ്സസ് ദ iQ30. നെക്സ്റ്റ് നമ്മുടെ ഹോം സ്ക്രീൻ, ലോക്ക് സ്ക്രീൻ വാൾപേപ്പർ. സോ അതേ വാൾപേപ്പേഴ്സിൻ്റെ ഓപ്ഷൻസ്. ഓക്കെ, ദാറ്റ് മീൻസ് നമ്മുടെ കൈനറ്റിക് വാൾപേപ്പേഴ്സ്, ലൈവ് വാൾപേപ്പേഴ്സ്, സ്റ്റാറ്റിക് വാൾപേപ്പേഴ്സ്, ആൻഡ് നമ്മുടെ തീംസിൻ്റെ ഓപ്ഷൻസ്, എക്സ്ട്രാ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ, പിന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ. അത് ജസ്റ്റ് ഓൺ ആക്കുവാണെങ്കിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയുടെ സ്റ്റൈൽസ് ചെയ്യണ്ടോ, ഇഷ്ടം പോലെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയുടെ സ്റ്റൈൽസ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ എപ്പോഴൊക്കെ കാണിക്കണം, ഫോൺ ജസ്റ്റ് ഒന്ന് അനക്കുമ്പോൾ മതിയോ, അതോ എപ്പോൾ തുടരണം അപ്പം മതിയോ, അതോ ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ഷെഡ്യൂൾ ചെയ്തിരുന്നു, അത് എപ്പോഴും കാണിക്കണം. അതൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ്. പിന്നെ പുതിയൊരു നോട്ട്, ഇപ്പോൾ ഒരു മെസ്സേജ് വന്നെങ്കിൽ അതിന് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ കാണിക്കണോ, അങ്ങനെയൊക്കെ പറഞ്ഞ് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ്. പിന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഏതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് വേണം. ഇപ്പോൾ ഇത് നമുക്ക് ജിമെയിലിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുക, ജിമെയിലിൻ്റെ ആവശ്യമില്ലെങ്കിൽ ജസ്റ്റ് ഡിസേബിൾ ചെയ്യുക. അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഫുൾ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ. പിന്നെ ഐക്കൺസിൻ്റെ റൗണ്ടഡ് ഐക്കൺസ് വേണോ, അതോ ഏത് ടൈപ്പ് ഐക്കൺസ് വേണം എന്നുള്ള ഇത് മാറ്റാനുള്ള. പിന്നെ ഐക്കണിൻ്റെ സൈസ് സ്മോൾ വേണോ, ലാർജ് വേണോ, പിന്നെ ഐക്കൺ നെയിം കാണിക്കണോ വേണ്ടയോ, അങ്ങനത്തെ ഓപ്ഷൻസ്. ഓക്കെ, പിന്നെ കളർ ആൻഡ് സ്റ്റൈൽ, ദാറ്റ് മീൻസ് ഈ ഒരു ഇതിൻ്റെ കളറും സ്റ്റൈലും ഒക്കെ മാറ്റാനുള്ള ഓപ്ഷൻസ്. ഇതേ സിസ്റ്റം ആൻഡ് UI ആപ്പ് കളർ ജസ്റ്റ് ടേൺ ഓൺ ചെയ്യുക. ഉണ്ടോ ഏത് കളർ ഇപ്പോൾ ഉള്ളത്, ഒരു ഒരു ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡാണ്. അതുമാതിരി നമുക്ക് ഇപ്പോൾ ഗ്രീൻ ആക്കണമെങ്കിൽ ജസ്റ്റ് ഗ്രീൻ ടാപ്പ് ചെയ്യുക. സി ഗ്രീൻ കളറായി. അതനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും കേട്ടോ കളേഴ്സൊക്കെ. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ലോക്ക് സ്ക്രീൻ സെറ്റിങ്സ്. അവിടെ നമുക്ക് ലോക്ക് സ്ക്രീൻ പോസ്റ്റർ ഉണ്ട്. ഇവിടെ തന്നെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ലോക്ക് സ്ക്രീൻ പോസ്റ്റർ ഓൺ ആക്കാനുള്ള ഓപ്ഷൻ. പിന്നെ നമുക്ക് എപ്പോഴൊക്കെ നമ്മൾ ഫോൺ അൺലോക്ക് ചെയ്യുക അപ്പോൾ ഒക്കെ ഓരോ വാൾപേപ്പേഴ്സ് വന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് നമ്മുടെ ലോക്ക് സ്ക്രീൻ പോസ്റ്റർ. കണ്ടോ, ഏതൊക്കെയാണ് നിങ്ങളുടെ ഇൻട്രസ്റ്റഡ് കാറ്റഗറി അതൊക്കെ എനേബിൾ ചെയ്യുക, ടിക്ക് കൊടുക്കുക. ഇഷ്ടമല്ലാത്തത് നിങ്ങൾക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു കാറ്റഗറി ഇഷ്ടമല്ലെങ്കിൽ അത് ജസ്റ്റ് അൺടിക്ക് ചെയ്യുക. അപ്പോൾ ആ കാറ്റഗറിയിലുള്ള മാത്രമേ, ടിക്ക് ചെയ്ത കാറ്റഗറിയിലുള്ള മാത്രമേ നമുക്ക് വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് അങ്ങനെ വന്നുകൊണ്ടിരിക്കാൻ വേണ്ടി ഇത് റൊട്ടേറ്റ് വാൾപേഴ്സിൻ്റെ ഓപ്ഷൻസ് ഓൺ ആക്കുക. അങ്ങനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്.
ആൻഡ് നെക്സ്റ്റ് ഈ ലോക്ക് സ്ക്രീൻ ഉണ്ടല്ലോ, ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ടാപ്പ് എഡിറ്റ് ചെയ്യുക, എന്നിട്ട് ഇവിടെ ഈ 432 ഇതിൻ്റെ സ്റ്റൈൽസ് ആദ്യം മാറ്റാം കേട്ടോ. ഇതൊരു അത്യാവശ്യം നല്ല നൈസ് ഉണ്ട്. പിന്നെ അതിൻ്റെ കളർ മാറ്റാനുള്ള ഓപ്ഷൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് പിന്നെ ജസ്റ്റ് നമുക്കത് ടോപ്പിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഒരു ക്വിക്ക് ഇൻഫർമേഷൻ വേണമെങ്കിൽ ആഡ് ചെയ്യാം. സോ ഞാൻ യൂഷ്വലി എപ്പോഴും ഇടുന്ന ഗോഡ് ഈസ് ലവ് ഓക്കെ ഉണ്ടോ. അപ്പോൾ ആ സെയിം ലൊക്കേഷനിൽ അങ്ങനെ വന്നോളും. എന്നിട്ട് ജസ്റ്റ് അപ്ലൈ കൊടുത്താൽ മതി. ഓക്കെ, ഇതനുസരിച്ച് ഇനിയും കസ്റ്റമൈസ് ഉണ്ട്. ഇനി നമ്മുടെ ഈ ലെഫ്റ്റിലത്തെ ഐക്കൺ എന്ത് വേണം, ഫോൺ മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും വേണോ, അതേപോലെ റൈറ്റിലത്തെ ഐക്കൺ, ഈ റൈറ്റിലത്തെ ഐക്കണിൽ വേറെ എന്ത് വേണം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഫുൾ കസ്റ്റമൈസേഷൻ ഉണ്ട് കേട്ടോ. അപ്പം ശ്രദ്ധിക്കേണ്ട, ഓപ്പൺ കൺട്രോൾ സെൻറ്റർ ഫ്രം ലോക്ക് സ്ക്രീൻ ഒരിക്കലും ടേൺ ഓൺ ചെയ്യരുത്. ബിക്കോസ് നിങ്ങൾ ഫോൺ ലോക്ക് ആയിരിക്കുന്ന സമയത്ത് ഒരു റാൻഡം തേർഡ് പാർട്ടിക്ക് വന്ന് മൊബൈൽ ഫ്ലൈറ്റ് മോഡ് ആക്കാൻ, വൈഫൈ ഓൺ ആക്കാൻ, ഓഫ് ആക്കാനൊക്കെ ചെയ്യാൻ. സോ ഇത് ഇങ്ങനെ ഈ ഓപ്ഷൻ തന്നെ കിടക്കണം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നമ്മൾ ഹോം സെറ്റിങ്സ്. അവിടെ നമുക്ക് ഹോം സ്ക്രീനിൻ്റെ ലേഔട്ട് എത്ര ആപ്സ് ഫിറ്റ് ചെയ്യണം, മാക്സിമം ആപ്പ് ഇപ്പോൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടി 5:6 ആക്കുക. അങ്ങനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഇനി മിനിമം ആണെങ്കിൽ ഡീഫോൾട്ട് ആയിട്ട് കിടന്നോട്ടെ. പിന്നെ ഹോം സ്ക്രീനിൻ്റെ സ്റ്റൈല്, ഇപ്പോൾ നിങ്ങൾക്ക് പണ്ടത്തെ വിത്ത് ഡ്രോയർ വേണോ അതോ സ്റ്റാൻഡേർഡ് സ്റ്റൈൽ വേണോ? സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ ആപ്പ് ഡ്രോയർ ഉണ്ടാവില്ല. ഡ്രോയർ സ്ക്രീൻ വിത്ത് ആപ്പ് ഡ്രോയറും ഹോം സ്ക്രീൻ ഉണ്ടാവും, ആപ്പ് ഡ്രോയർ ഉണ്ടാവും. പിന്നെ അതിൻ്റെയും കുറേ കസ്റ്റമൈസേഷൻ ഉണ്ടോ പിന്നെ. ആൻഡ് നെക്സ്റ്റ് തേർഡ് പാർട്ടി ലോഞ്ചർക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ട്രാൻസിഷൻസ് പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ട്രാൻസിഷൻസ് ഒക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്. ആൻഡ് ഹോം സ്ക്രീൻ ലേഔട്ട് ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ്. പിന്നെ ഇപ്പോൾ ഏറ്റവും ലെഫ്റ്റ് ഇട്ട് പോയി കഴിഞ്ഞാൽ ഉണ്ടോ ഗൂഗിൾ ഡിസ്കവർ ഉണ്ടോ വന്നുണ്ടോ. ഇത് വേണമെങ്കിൽ അതും ജസ്റ്റ് പ്രസ് ഹോൾഡ് ചെയ്യുക, ടാപ്പ് ചെയ്യുക, ഗൂഗിൾ ഡിസ്കവർ ഓഫ് ചെയ്യുക. ഉണ്ടോ ഇനി ഇപ്പോൾ ലെഫ്റ്റ് ഇട്ട് പോകില്ല. ഇനിയിപ്പോൾ ജസ്റ്റ് ഒരു വെർഷൻ വെച്ചാൽ ഇപ്പോൾ താഴത്തെ ടാക്കുമ്പോൾ അവരുടെ ഒരു ഗ്ലോബൽ സെർച്ച് ഒന്ന് അയക്കണം. അത് വേണ്ട, അത് മാറ്റിയിട്ട് നമുക്ക് ഈ നോട്ടിഫിക്കേഷൻസ് വരുവാണെങ്കിൽ നൈസ് ആയിരിക്കുമല്ലോ. അപ്പോൾ സ്വൈപ്പ് ഡൗൺ ഓൺ ഹോം സ്ക്രീൻ ഇവിടെ ടാപ്പ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ സെൻറ്റർ ആക്കുക. അപ്പോൾ എവിടെ ഹോം സ്ക്രീനിൽ വെച്ച് നമ്മൾ ടാപ്പ് ചെയ്യുമോ അപ്പോൾ സ്വൈപ്പ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ സെൻറ്റർ വന്നോളും. നെക്സ്റ്റ് നമ്മുടെ ഡൈനാമിക് എഫക്ട്സ്. അവിടെ നമുക്ക് എൻഹാൻസ് ഡൈനാമിക് എഫക്ട്സിനകത്ത് ഇൻ്റർഫേസ് ഡൈനാമിക് എഫക്ട്സ് ഉണ്ട്, റിയൽ ടൈം ബ്ലറിംഗ് ഉണ്ട്, ആപ്പ് എൻട്രി ആൻഡ് എക്സിറ്റ് ടൈം ബ്ലർ ഉണ്ട്, മോഷൻ ബ്ലർ ഉണ്ട്, കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ആംബിയൻ ലൈറ്റ് എഫക്റ്റ്. ദാറ്റ് മീൻസ് എസെൻഷ്യലി നമ്മുടെ എഡ്ജ് ലൈറ്റിംഗ് ആണ് ഈ ആംബിയൻ ലൈറ്റ് എഫക്റ്റ് വന്നത്. ജസ്റ്റ് ടേൺ ഓൺ ചെയ്യുക. ഒന്നെങ്കിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വേണമെങ്കിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ടേൺ ഓൺ ചെയ്യാം കേട്ടോ. ഞാൻ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓൾറെഡി ഓൺ ആയി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഓൺ സ്ക്രീൻ ഡിസ്പ്ലേ ആണ് ഞാൻ പറയുന്നത്. സോ ഇപ്പോൾ ഒരു ഇൻകമിങ് കോൾ വരുന്ന സമയത്ത് മിന്നണമെങ്കിൽ ലൈറ്റ് എഫക്ട് ഫോർ നോട്ടിഫിക്കേഷൻസ് കൊടുക്കാണ്ടോ. ഇൻകമിങ് കോൾ വരുന്ന സമയത്ത് ഇങ്ങനെ മിന്നും. എഡ്ജ് ഡിസ്പ്ലേ ഉള്ള ഫോണൊക്കെ നൈസ് ആയിരിക്കും കേട്ടോ, കാണാനൊക്കെ നല്ല ഡ്രസ്സായിട്ട് ആ എഡ്ജിൽ മാത്രമായിട്ട് വരുന്ന ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കളറ്, ട്രാൻസ്പെറൻസി, വിഡ്ത്ത് ഒക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും കേട്ടോ. പറഞ്ഞ പോലെ ഓൾവേസ് ഡിസ്പ്ലേയിൽ വേണമെങ്കിൽ സെയിം സംഭവം തന്നെ ഓൾവേസ് ഡിസ്പ്ലേയിൽ ചെയ്യാം കേട്ടോ. ഇനി കോൾ വരുമ്പോൾ മാത്രമല്ല നമ്മുടെ നോട്ടിഫിക്കേഷൻസ് വരുമ്പോഴും ഇങ്ങനെ ചെയ്യാൻ പറ്റും. അതിനും സെയിം തന്നെ കൊടുക്കാൻ പറ്റും കേട്ടോ. ജസ്റ്റ് ഞാൻ ഇപ്പോൾ കണ്ടത് പറഞ്ഞതാണ്. ആൻഡ് നെക്സ്റ്റ് ഹോം സ്ക്രീനിൻ്റെ ട്രാൻസിഷൻസ് കണ്ടോ. അവിടെയും കുറേ നൈസ് ട്രാൻസാക്ഷൻസ്, തേർഡ് പാർട്ടി ലോഞ്ചർ പോലെ കുറേ ട്രാൻസാക്ഷൻ ഉണ്ട്. ഹോം സ്ക്രീൻ എൻട്രിങ് ട്രാൻസാക്ഷൻ ഉണ്ട്, ആപ്പൊക്കെ വന്ന് നിൽക്കുന്ന സാധനങ്ങൾ കണ്ടോ. അതിപ്പോൾ ജസ്റ്റ് കണ്ടോ പിന്നെ ജസ്റ്റ് അപ്ലൈ കൊടുക്കാം. ലോക്ക് ചെയ്തു, അൺലോക്ക് ചെയ്യുമ്പോൾ ആപ്പ് തന്നെ ഉണ്ട്. ആ ഒരു ആനിമേഷൻസ് ഒക്കെ നമുക്കിവിടെ കസ്റ്റമൈസ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഫിംഗർ പ്രിൻ്റ് ഐക്കൺ ആനിമേഷൻ. ഏത് ഐക്കൺ വേണം ഫിംഗർ പ്രിൻറ്റിന്, പിന്നെ അതിൻ്റെ റെക്കഗ്നിഷൻ, മീൻസ് നമ്മൾ അൺലോക്ക് ചെയ്യുന്ന സമയത്ത് ഏത് ആനിമേഷൻ വേണം, അതിനകത്തും കുറേ ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഫേസ് റെക്കഗ്നിഷൻ അൺലോക്കിങ്ങിന് ഏത് ആനിമേഷൻ വേണം, അങ്ങനെ ഫുൾ ഓപ്ഷൻസ്. പിന്നെ ചാർജിങ് ആനിമേഷൻ, USB ഇൻസേർഷൻ ആനിമേഷൻ, അത്ര ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ സൗണ്ട് ആൻഡ് വൈബ്രേഷൻ. ഓക്കെ, സൗണ്ട് ആൻഡ് വൈബ്രേഷൻ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. നമ്മുടെ IQ13 ആയിട്ട് ജസ്റ്റ് സെറ്റിങ്സ്, സൗണ്ട് ആൻഡ് വൈബ്രേഷൻ. ഓക്കെ, സീംസ് സിമിലർ ഓൺ ബോത്ത് ഓഫ് ദം. യു ക്യാൻ സീ ആൻഡ് സൗണ്ട് ക്വാളിറ്റി ആൻഡ് എഫക്ട്സും ജസ്റ്റ് ചെക്ക് ചെയ്യാം. സെയിം ടു സെയിം ആണ്. ഓഡിയോ സൂപ്പർ റെസൊല്യൂഷൻ രണ്ടുപേർക്കും. ഓക്കെ, ആൻഡ് പിന്നെ ഉള്ളത് നമ്മുടെ ലിസണിങ് എക്സ്പീരിയൻസ് കസ്റ്റമൈസേഷൻ സൂപ്പർ ഓഡിയോ രണ്ടുപേർക്കും. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ഓഡിയോ റീഡർ രണ്ടുപേർക്കും എല്ലാം സെയിം തന്നെയാണ് ഓപ്ഷൻസ് വരുന്നത്. ടച്ച് വൈബ്രേഷൻ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ ലെറ്റ്സ് സീ ഹാപ്റ്റിക് മോട്ടറിൻ്റെ എൻ്റെ മോൻ കിട്ടില്ല ഹാപ്റ്റിക്സ് IQ13 കേട്ടോ. നല്ല ഡിഫറൻസ് ഉണ്ട് ഹാപ്റ്റിക്. നൗ ഐ വിൽ ഗീവ് എ ക്ലോസ് അപ്പ് ഓഫ് ദ ഓഡിയോ. IQ13 നമ്മുടെ നോട്ടിഫിക്കേഷൻ സ്റ്റാറ്റസ് ബാർ. ആൻഡ് ഇവിടെ നമുക്ക് സ്റ്റാറ്റസ് ബാറിനകത്ത് ഇപ്പോൾ നമുക്ക് എത്ര സ്പീഡ് ഡൗൺലോഡ് നടക്കുന്നു, അപ്ലോഡ് സ്പീഡൊക്കെ നടക്കുന്നത് ആർക്കും അറിയാൻ വേണ്ടി ഷോ റിയൽ ടൈം എത്ര സ്പീഡ് കൊടുക്കുക. അപ്പോൾ അപ്ലോഡ് സ്പീഡ് ഡൗൺലോഡ് സ്പീഡ് അറിയാൻ പറ്റും. പിന്നെ ബാറ്ററി പെർസെൻറ്റേജ് കാണിക്കണമെങ്കിൽ ഇപ്പോൾ വെർട്ടിക്കലായിട്ട് എടുക്കണം, അത് മാറ്റിയിട്ട് ഹൊറിസോണലാക്കുക. എന്നിട്ട് ഡിസ്പ്ലേ ഇൻസൈഡ് ബാറ്ററി കൊടുക്കുക. അപ്പോൾ ആ ഡിസ്പ്ലേക്ക് ഉള്ളിൽ തന്നെ നമുക്കത് വന്നു.
നോട്ടിഫിക്കേഷൻ സിസ്റ്റം. ദാറ്റ് മീൻസ് നമ്മളിപ്പോൾ ഒരാൾ ഡിലീറ്റ് ചെയ്ത നോട്ടിഫിക്കേഷൻസ് ആയിക്കോട്ടെ, ദാറ്റ് മീൻസ് ഒരാൾ നമുക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചു, അയാൾ തന്നെ നമ്മുടെ ഫോണിൽ റിസീവ് ആയി, ബട്ട് നമ്മൾ റീഡ് ചെയ്യുമ്പോൾ ഡിലീറ്റ് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ തന്നെ നോട്ടിഫിക്കേഷൻ എടുത്ത് ക്ലിയർ ചെയ്തു. ആ നോട്ടിഫിക്കേഷൻസ് കാണാൻ വേണ്ടി ഇത് ജസ്റ്റ് ടേൺ ഓൺ ചെയ്താൽ മതി. ഏതൊക്കെ നോട്ടിഫിക്കേഷൻ, ഏതൊക്കെ ടൈം സ്റ്റാമ്പ് വന്നു അതെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. നെക്സ്റ്റ് നമ്മുടെ ആപ്സിനകത്ത് നമ്മുടെ ആപ്പ് ക്ലോണർ, ദാറ്റ് മീൻസ് ഡുവൽ ആപ്പ് ആണ് കേട്ടോ ആപ്പ് ക്ലോണർ. ദാറ്റ് മീൻസ് 2 ഫേസ്ബുക്ക്, 2 വാട്സപ്പ്, 2 ലിങ്ക്ഡിൻ, ഏതൊക്കെ ആപ്സ് 2 വെച്ച് യൂസ് ചെയ്യണം അതൊക്കെ നമുക്ക് ഓപ്ഷൻസ് നമ്മുടെ ആപ്സിനകത്ത് തന്നെ കിടപ്പുണ്ട്, ആപ്പ് ക്ലോണർ എന്ന് പറഞ്ഞിട്ട്. ആൻഡ് നമ്മുടെ ബാറ്ററി സേവർ ഓപ്ഷൻസ്, സൂപ്പർ ബാറ്ററി സേവർ ഓപ്ഷൻസ്, ബാറ്ററി ഹെൽത്ത് ആൻഡ് ചാർജിങ്ങിനകത്ത് നമ്മുടെ ബാറ്ററിയുടെ ഹെൽത്ത് അറിയാനുള്ള ഓപ്ഷൻസ്, പിന്നെ അത് എത്ര ശതമാനം വരെ ഒപ്റ്റിമൈസ് ചെയ്യാം. ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ 90 വരെ റെക്കമെൻഡ് ചെയ്യുന്നു. അതിൽ കൂടുതൽ പോകാണ്ടിരിക്കുകയായിരിക്കും നല്ലത്. കുറേ വർഷങ്ങൾ നിങ്ങൾക്ക് ഫോൺ യൂസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് 90 ഇട്ട് തന്നെ യൂസ് ചെയ്യുക. 90യുടെ മേലിട്ട് ഫോൺ ചാർജ് ആവില്ല. സോ 6500 ഉള്ളത് കാരണം ഐ തിങ്ക് 90 വുഡ് ബി ഫെയർ എന്ന് ഞാൻ പറയും. 95 ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയാണ്, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഫൈൻ. ആൻഡ് മറ്റൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഈ ഫാസ്റ്റ് ചാർജിങ്, ആക്ച്വലി 91 അഡാപ്റ്റർ ബോക്സിൽ വരുന്നുണ്ട്. ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, പക്ഷേ ഭയങ്കരമായിട്ട് ഫോണൊക്കെ നല്ല കെയർ ചെയ്ത് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നല്ല വർഷത്തേക്ക് പക്ക ബാറ്ററി ബാക്കപ്പ് ആയിട്ട് നിൽക്കണം എന്നുള്ള മൈൻഡുള്ളവർ, പിന്നെ ഫാസ്റ്റ് ചാർജിങ് അത്ര പ്രയോറിറ്റൈസ് അല്ല എന്നുള്ളവർക്കാണെങ്കിൽ ഇതിങ്ങനെ ടേൺ ഓഫ് ചെയ്യാം. സോ കുറച്ചും കൂടെ നമ്മുടെ ബാറ്ററി ഹെൽത്തും കുറച്ചുകൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. പക്ഷേ ഇത്രയും ഫോൺ വിലയുള്ള ഫോൺ വെച്ചിട്ട് 90 വാട്ടിൽ ഫുള്ളായിട്ട് ഫാസ്റ്റ് ചാർജ് ചെയ്യുകയാണ് അതിൻ്റെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യുക. ബട്ട് ഇറ്റ്സ് അപ് ടു യു കേട്ടോ, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, സോ ബാറ്ററി ഹെൽത്ത് കുറച്ചുകൂടെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും കേട്ടോ. 6500 mAh ബാറ്ററിയാണ് നമ്മുടെ X100FE വരുന്നത്, വേഴ്സസ് 6000 mAh ബാറ്ററിയാണ് നമ്മുടെ IQ13 വരുന്നത്. 120 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ IQ13 വേഴ്സസ് 90 വാട്ടാണ് നമ്മുടെ X100FE സപ്പോർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മുടെ റാം ആൻഡ് സ്റ്റോറേജ് ഇപ്പോൾ ഇരിക്കുന്നത് 256GB വേരിയൻ്റ് ആണ്. സോ അപ്രോക്സിമേറ്റ്ലി 28GB നമ്മുടെ ഫോൺ തന്നെ യൂസ് ചെയ്യും. ബാക്കി റിമൈനിങ് സ്റ്റോറേജ് നമുക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്രോക്സിമേറ്റ്ലി ഇറ്റ് വുഡ് ബി അറൗണ്ട് 227GB നമുക്ക് ഫ്രീ ആയിരിക്കും. ആൻഡ് ഇതിപ്പോൾ 12GB വേരിയൻ്റ് ആണ്, അപ്പോൾ എക്സ്ട്രാ നമുക്കൊരു 12GB കൂടെ കിട്ടുന്നുണ്ട്. സോ 12 + 12 24GB ആണ് നമുക്ക് റാം വരുന്നത്. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി 12GB ആണെങ്കിൽ 6.2GB യൂസ്ഡ് ആണ് ഓൾറെഡി. ബാക്കി ഡീഫോൾട്ടായിട്ട് വരുന്ന ഒരു 6GB ആണ്, നമുക്ക് 5.8GB ആണ് നമുക്ക് ഫ്രീ ആയിട്ട് വരിക യൂസ് ചെയ്യാനായിട്ട്. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി, ഇവിടെയാണ് നമ്മുടെ ആപ്പ് ലോക്ക്, ആപ്പ് ഹൈഡ് കിടക്കുന്നത്. സോ ആപ്പ് എൻക്രിപ്ഷൻ ആണ് നമ്മുടെ ആപ്പ് ലോക്ക്. സോ പാസ്വേഡ് ടൈപ്പ് സെറ്റ് ചെയ്യാം. ഞാൻ ജസ്റ്റ് പാറ്റേൺ സെറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇഷ്ടപ്പെട്ടൊരു പാറ്റേൺ ഡ്രോ ചെയ്യാം. ഓക്കെ, ഇറ്റ്സ് ഡൺ. ആൻഡ് ആൻസറിങ് സം റാൻഡം ആൻസേഴ്സ്, ആഡ് ലേറ്റർ. ആൻഡ് ഇപ്പോൾ ആൽബംസ് ആണ് ലോക്ക് ചെയ്യുന്നത്, ആൽബംസ് ലോക്ക് ചെയ്തു. ആൻഡ് നൗ ഇറ്റ്സ് ഡൺ. ആൽബംസ് ടാപ്പ് ചെയ്തു, ഉണ്ടോ പാറ്റേൺ ചോദിച്ചു, അൺലോക്ക് ചെയ്തു. ഓക്കെ, ഉണ്ടോ ഈ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് ഈ സെയിം സ്ഥലത്ത് നമുക്കിപ്പോൾ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ്സും ഫേസ് റെക്കഗ്നിഷനൊക്കെ യൂസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ഓക്കെ സി ഇപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ ആപ്പ് ഓപ്പൺ ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ചോദിക്കുന്നില്ല. സോ ഈച്ച് ആൻഡ് എവറി ടൈം നമുക്ക് ഇത് ചോദിക്കണമെങ്കിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഫോൺ അൺലോക്ക് ചെയ്യുക, ആപ്പ് ലോക്ക് ടൈം വെൻ ദ സ്ക്രീൻ ഈസ് ലോക്ക്ഡ് ഓർ ആപ്പ് ഈസ് ക്ലോസ്ഡ്. സോ എപ്പോഴൊക്കെ ആപ്പ് ചോദിച്ചു, ഞാൻ അൺലോക്ക് ചെയ്തു, എഗെയിൻ ക്ലോസ് ചെയ്തു, എഗെയിൻ ഓപ്പൺ ചെയ്തു, എഗെയിൻ ലോക്ക്ഡ്. ഉണ്ടോ ഈ കണ്ടീഷൻ നിന്നോളൂ. അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം ഓപ്പൺ ചെയ്ത് അൺടിൽ നമ്മുടെ ഫോൺ ലോക്ക് ആവണ വരെ അത് ആപ്പ് ഓപ്പൺ ആയിരിക്കും. ഓക്കെ, അതാണ് നമ്മുടെ ആപ്പ് എൻക്രിപ്ഷൻ, ദാറ്റ് മീൻസ് ആപ്പ് ലോക്ക്. നെക്സ്റ്റ് നമ്മുടെ ആപ്പ് ഹൈഡ്. സോ ഡൺ. ഏതൊക്കെയാണ് ഹൈഡ് ചെയ്യേണ്ടത് വെച്ചാൽ ഞാൻ ആൽബംസും ഫേസ്ബുക്കും ആൽബംസും ഹൈഡ് ചെയ്യാം. സോ ഇത് രണ്ടും ഹൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് രണ്ടും അവിടെ നിന്ന് പോയി കണ്ടോ, ഫേസ്ബുക്ക് ആൽബംസ് വരും. പക്ഷേ ഇത് എങ്ങനെ എടുക്കും, അത് നമ്മൾ തിരിച്ചത് ആപ്പ് ഹൈഡിങ്ങിൽ തന്നെ പോയിട്ട് നമ്മുടെ പാറ്റേൺ അടിക്കുക. ആൻഡ് നെക്സ്റ്റ് സ്വൈപ്പ് അപ്പ് വിത്ത് 2 fingers ഓൺ ദ ഹോം സ്ക്രീൻ ടു വ്യൂ ഹിഡൻ ആപ്സ്. സോ ജസ്റ്റ് 2 fingers വെച്ച് സ്വൈപ്പ് അപ്പ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പാറ്റേൺ ചോദിക്കും. ഇപ്പോൾ നമുക്ക് ഹൈഡ് ചെയ്ത 2 ആപ്പും കാണാൻ പറ്റും. ഓക്കെ, ഇനി അൺഹൈഡ് ചെയ്യണമെങ്കിൽ സെയിം ലൊക്കേഷനിൽ പോയിട്ട് ഡിസേബിൾ ചെയ്താൽ മതി കേട്ടോ. സെയിം ലൊക്കേഷനിൽ പോയി എന്നിട്ട് ഡിസേബിൾ കൊടുത്തു, സിമ്പിൾ. സോ ആപ്പ് ഹൈഡിങ്ങിൻ്റെ വന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് കമ്മിങ് ഡൗൺ നമുക്ക് അൾട്രാ ഗെയിം മോഡ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഗെയിം മോഡിനാണ് പെർഫോമൻസ് തന്നെ നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Elite ആണ് നമ്മുടെ IQ13 വരുന്നത് വേഴ്സസ് Dimensity 9300+ ആണ് നമ്മുടെ X100FE വരുന്നത്. പിന്നെ UFS 3.1 ആണ് നമ്മുടെ X100FE വരുന്നത് വേഴ്സസ് UFS 4.1 ആണ് നമ്മുടെ IQ13 വരുന്നത്. ഇനി നമ്മുടെ അൾട്രാ ഗെയിം മോഡിനകത്തൊക്കെ നല്ല ഡിഫറൻസ് ഉണ്ട്, ബിക്കോസ് ഇതിനകത്തൊരു Q2 എന്ന് പറഞ്ഞിട്ട് ഡെഡിക്കേറ്റഡ് ഗെയിമിംഗ് ചിപ്പ് ഉള്ള കാരണം നമുക്ക് ഗെയിം ഫ്രെയിം റേറ്റ് ഇൻ്റർപോളേഷൻ അങ്ങനത്തെ കുറേ ഓപ്ഷൻസ്, സൂപ്പർ റെസൊല്യൂഷൻ എൻഹാൻസ്മെൻറ്റ്, അങ്ങനെ കുറേ എക്സ്ട്രാ ഓപ്ഷൻസ് ഉണ്ട് അൾട്രാ ഗെയിം മോഡ്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം കേട്ടോ, ഗെയിം സൂപ്പർ റെസൊല്യൂഷൻ, ഗെയിം ഫ്രെയിം ഇൻ്റർപോളേഷൻ, ഇതൊക്കെ ഇതിനകത്ത് മിസ്സിംഗ് ആണ് കേട്ടോ. ഫസ്റ്റത്തെ ഓപ്ഷൻ ഉണ്ടാവും ഗെയിം വിഷൻ എൻഹാൻസ്മെൻറ്റ്, ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. എക്സ്ട്രാ ഉള്ളത് ദാറ്റ് മീൻസ് ഈ ഗെയിം സൂപ്പർ റെസൊല്യൂഷൻ ഓപ്ഷൻ ഇതിനകത്ത് മിസ്സിംഗ് ആണ്. അതേപോലെ തന്നെ ഗെയിം ഫ്രെയിം ഇൻ്റർപോളേഷൻ, ദാറ്റ് മീൻസ് 144 Hz വരെ കളിക്കാൻ പറ്റിയ ഗെയിം ഫ്രെയിം ഇൻ്റർപോളേഷൻ ഓപ്ഷൻസ് മിസ്സിംഗ് ആണ് നമ്മുടെ X100FE. ഓക്കെ, ഇത് ഡെഡിക്കേറ്റഡ് Q2 ചിപ്പ് ഉള്ള കാരണമാണ് അതൊക്കെ കേട്ടോ. ബാക്കി എല്ലാ മോഡും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഈ സ്പോർട്സ് മോഡ്, ഓഫ് സ്ക്രീൻ ഓട്ടോ പ്ലേ, പിന്നെ ഗെയിം
ലൈറ്റ് എഫക്ട്സ്. ദാറ്റ് മീൻസ് ആ ബാക്കിൽ അത് ലൈറ്റ് ഉള്ള കാരണമാണ്, ദാറ്റ് മീൻസ് ഇതൊരു ഇതായ കാരണമാണ് നമുക്ക് RGB ലൈറ്റ് ഉള്ള കാരണം നമുക്ക് അവിടെ ഓപ്ഷൻ വരുന്നത്. അത് ഇവിടെ മിസ് ചെയ്യണം ഒബ്വിയസ്ലി. പിന്നെ 4D ഗെയിം ഇംപ്രഷൻ, ബാക്കിയെല്ലാം സെയിം തന്നെ. ഗെയിം സൗണ്ട് ക്വാളിറ്റി ആൻഡ് എഫക്ട്സ്, ഫ്രെയിം റേറ്റ് പ്രയോറിറ്റി, കൺട്രോൾ സെറ്റിങ്സ് അതൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. പിന്നെ ഈ കൺട്രോൾ സെറ്റിങ്ങിനകത്ത് സൂപ്പർ ഗൈറോസ്കോപ്പ് മിസ്സിംഗ് ആയിരിക്കും, ബിക്കോസ് ഉണ്ടോ സൂപ്പർ ഗൈറോസ്കോപ്പിനകത്ത് മിസ്സിംഗ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ എക്സ്റ്റേണൽ എഫക്റ്റ് ഉണ്ടല്ലോ, ഒപ്റ്റിക്കൽ 2D ഫിംഗർ പ്രിന്റ് സ്കാനറാണ് നമ്മുടെ എക്സ്റ്റേണൽ എഫക്റ്റ് വരുന്നത്, വേഴ്സസ് അൾട്രാസോണിക് 3D ഫിംഗർ പ്രിന്റ് സ്കാനറാണ് നമ്മുടെ IQ13 തന്നെ, വിച്ച് ഈസ് മോർ സെക്യൂർ ആണ് നമ്മുടെ എക്സ്റ്റേണൽ എഫക്റ്റ് വെച്ച് നോക്കുമ്പോൾ. നെക്സ്റ്റ് നമ്മുടെ ഷോർട്ട് കട്ട്സ് ആൻഡ് ആക്സിബിലിറ്റി. അവിടെ നമുക്ക് സ്പ്ലിറ്റ് സ്ക്രീനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ജസ്റ്റ് സ്വൈപ്പ് അപ്പ് വിത്ത് 3 ഫിംഗേഴ്സ്. സപ്പോർട്ടഡ് ആപ്സ് നിൽക്കുവാണെങ്കിൽ നമുക്ക് ക്രോമിൽ നിൽക്കുവാണ് 3 ഫിംഗർ സ്വൈപ്പ് അപ്പ് ചെയ്തു, ഉണ്ടോ രണ്ടാമത്തെ ആപ്പ് ഏതാണ് ഓപ്പൺ ചെയ്യാൻ, ഉണ്ടോ 2 സ്പ്ലിറ്റ് സ്ക്രീനിലായി. ഓക്കെ, ഇവിടെ ടാപ്പ് ചെയ്താൽ സ്വിച്ച് ചെയ്യാൻ പറ്റും, വേറെ ആപ്പ് ഇട്ട് മാറ്റണമെങ്കിൽ. സോ ഐ വുഡ് റെക്കമെൻഡ് ഓക്കെ ഫയൽസ്, കണ്ടോ ഇങ്ങനെ ആപ്പ് സ്വിച്ച് ചെയ്യാൻ പറ്റും, അത് ആപ്പ് ഇട്ട് മാറ്റി. പിന്നെ എക്സിറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് എക്സിറ്റ് ചെയ്യാം. ഓക്കെ, സോ ജസ്റ്റ് കമ്മിങ് ബാക്ക്, അതാണ് നമ്മുടെ സ്പ്ലിറ്റ് സ്ക്രീൻ വ്യൂ വരുന്നത്. പിന്നെ സ്മോൾ വിൻഡോ, ദാറ്റ് മീൻസ് നമ്മൾ പോപ്പ് വിൻഡോ പോലെ തന്നെ കേട്ടോ. സോ അത് എടുത്തിട്ട് ഇപ്പോൾ ഞാൻ ക്രോം എടുത്തു എന്നിട്ട് ജസ്റ്റ് ടാപ്പ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഓപ്ഷൻസ്, ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. സ്പ്ലിറ്റ് സ്ക്രീൻ ഉണ്ട്, സ്മോൾ വിൻഡോ ഉണ്ടോ, ചെറിയൊരു വിൻഡോ പോലെ ഇങ്ങനെ ഇരുന്നോളും ഉണ്ടോ. ഇപ്പോൾ എങ്ങോട്ട് വേണമെങ്കിലും ആക്കാൻ പറ്റും. ജസ്റ്റ് ഇച്ചിരി വലുതാക്കണത് ഇവിടെ നമുക്ക് റീസൈസ് ചെയ്യാം. ഇനി അല്ല കുറച്ച് ഫുൾ വലുതാക്കണത് ഇങ്ങനെ കാണിക്കാം. ഇനി അതുമല്ല ജസ്റ്റ് ഇവരെ ടാപ്പ് ചെയ്തിട്ട് ഈ ചെറിയൊരു ഐക്കൺ പോലെ ഒരു കഴിയുക ഇങ്ങനെ ആക്കാം. അപ്പോൾ ഏതൊക്കെ ഇപ്പോൾ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, ഏത് സമയത്താണ് ക്രോം വേണ്ടത് ആ സമയത്ത് മാത്രമേ ഐക്കണിൽ ടാപ്പ് ചെയ്യുക. ഉണ്ടോ ഐക്കൺ വന്നു, ആൻഡ് വേണമെങ്കിൽ വലുതാക്കാം. ഉണ്ടോ പക്കയായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു ഓപ്ഷൻ നമുക്ക് അവിടെ അവൈലബിൾ ആണ്. അതാണ് നമ്മുടെ സ്മോൾ വിൻഡോ. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ സ്മാർട്ട് സൈഡ് ബാർ, ദാറ്റ് മീൻസ് നമ്മുടെ ആപ്സ് എഡ്ജ് പാനൽ എന്ന് പറയാം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. സോ ജസ്റ്റ് സ്വൈപ്പ് ചെയ്തുകൊണ്ട് ഇവിടെ എല്ലാ ആപ്സും നമുക്ക് ഇഷ്ടമുള്ള ആപ്സ് ഒന്നും ഇവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമൈസ് എഡിറ്റ് നോക്കിയിട്ട് ഏതൊക്കെ ആപ്പാണോ വേണ്ടത് അതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യുക. ഇനി വേണ്ടാത്ത ആപ്പൊക്കെ ഡിസേബിൾ ചെയ്തിട്ട് ഏതൊക്കെ ആപ്സാണ് വേണ്ടത് അങ്ങനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യുന്ന ഓപ്ഷനാണ് നമ്മുടെ സ്മാർട്ട് സൈഡ് ബാർ വരുന്നത്. അതിൻ്റെ ഒപ്പാസിറ്റിയും ട്രാൻസ്പെറൻസിയും, അതായത് ട്രാൻസ്പെറൻസി സെറ്റ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. പിന്നെ സൂപ്പർ സ്ക്രീൻഷോട്ട്, ദാറ്റ് മീൻസ് 3 ഫിംഗർ സ്വൈപ്പ് ഡൗൺ, സ്ക്രീൻഷോട്ട് എടുത്തു. ഇനി 3 ഫിംഗറിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക ഉണ്ടോ. അപ്പോൾ നമുക്ക് പാർഷ്യൽ സ്ക്രീൻഷോട്ട് പോലെ എടുക്കാൻ പറ്റും. ദാറ്റ് മീൻസ് ഉണ്ടോ ഇപ്പോൾ ഈ ഒരു ലൊക്കേഷൻ നമുക്ക് എന്തെങ്കിലും സെൻസിറ്റീവ് ഷെയർ ചെയ്യാൻ കൂടാത്ത ഡേറ്റ ഉണ്ടെങ്കിൽ ഉണ്ടോ സ്ക്രീൻഷോട്ട് മൊത്തം എടുത്തിട്ട് പിന്നെ എഡിറ്റ് ചെയ്യുന്നത് വേണ്ടതുണ്ടോ, ഏതൊക്കെയാണ് പോർഷൻ വേണ്ട ആ പോർഷൻ മാത്രമായിട്ട് ഷെയർ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് പിന്നെ റൗണ്ടഡ് ആക്കുക, സർക്കിളാക്കുക, ഹാർട്ട് ആക്കുക, പിന്നെയും കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, സോ ദാറ്റ് ഓപ്ഷൻ ഈസ് ഓൾസോ അവൈലബിൾ. ആൻഡ് നെക്സ്റ്റ് സ്മാർട്ട് മോഷൻ, അത് സ്മാർട്ട് സ്ക്രീൻ ഓൺ ആൻഡ് ഓഫ് ഓപ്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ദാറ്റ് മീൻസ് അതിനകത്ത് റേസ് ടു വെയ്ക്ക്, ജസ്റ്റ് ഫോൺ എടുക്കുമ്പോൾ വെയ്ക്ക് ചെയ്യുന്ന ഓപ്ഷൻ, പിന്നെ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ ഫോൺ ഓൺ ആവുന്ന ഓപ്ഷൻ, ഫോൺ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഫോൺ ഓഫ് ആവാത്ത ഓപ്ഷൻ, പിന്നെ ഡബിൾ ടാപ്പ് ടേൺ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ. നെക്സ്റ്റ് നമ്മുടെ സ്മാർട്ട് കോളിങ്ങിൻ്റെ ഓപ്ഷൻ, ദാറ്റ് മീൻസ് ജസ്റ്റ് ഒരു കോൺടാക്റ്റ് കണ്ടു, ആ കോൺടാക്റ്റ് കാണുന്ന സമയത്ത് തന്നെ ഫോൺ എടുത്ത് ചെവി വയ്ക്കുമ്പോൾ ആ കോൺടാക്റ്റിന് കോൾ പോവുക, സ്മാർട്ട് ആൻസർ, ഫോൺ റിങ് കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഫോൺ എടുത്ത് ചെവി വയ്ക്കുമ്പോൾ കോൾ ആൻസർ ആവുക. പിന്നെ സ്വിച്ച് കോൾസ്, ഇപ്പോൾ സ്പീക്കർ നിൽക്കുന്ന സമയത്ത് തന്നെ ഫോൺ എടുത്ത് ചെവി വയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇയർ പീസ് ഇട്ടാവുക. പിന്നെ ഫോൺ റിങ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഇങ്ങനെ കൈ വെച്ചിങ്ങനെ ആക്കുമ്പോൾ മ്യൂട്ട് ആവുക. പിന്നെ റിങ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഫ്ലിപ്പ് ചെയ്യുമ്പോൾ അത് ഇൻകമിങ് കോൾ മ്യൂട്ട് ആകും. അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് എക്സ്ട്രാ ഉണ്ട്. പിന്നെ ഷേക്ക് ടു ടേൺ ഓൺ ഫ്ലാഷ് ലൈറ്റ്, ഓക്കെ ഓഫ് ആക്കണമെങ്കിൽ തിരിച്ചിവിടെ പോകണമെന്ന് തോന്നുന്നു. ജസ്റ്റ് ലെറ്റ് മി ചെക്ക് എ സെക്കൻഡ്. ക്യാമറ പോയി തെറിച്ചാനെ. ലെറ്റ് മീ ടേൺ ഇറ്റ് ഓഫ്. ക്വിക്ക് ആക്ഷൻ അത് തന്നെ മീൻസ് നമ്മുടെ ഈ ഒരു എന്താ പറയുക വോളിയം ഡൗൺ ബട്ടൺ അത് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം. അപ്പോൾ ഓപ്പൺ ആൻ ആപ്പ് കൊടുത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആപ്പ്, ഒരു ഗെയിമറൊക്കെ ആണെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. അല്ല ഇപ്പോൾ നിങ്ങൾ സെറ്റിങ്സ് ഇട്ട് എങ്ങോട്ട് വേണമെങ്കിലും ഇടാം. ഇപ്പോൾ റെക്കോർഡിങ്, വോയിസ് റെക്കോർഡിംഗ് ഒക്കെ ഇടാം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ റെക്കോർഡർ ഇട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് സ്ക്രീൻ ഓഫ് ആവുന്ന സമയത്ത് ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ദ വോളിയം ഡൗൺ ബട്ടൺ ഉണ്ടോ ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡർ വന്നു. ഓക്കെ, അങ്ങനത്തെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ക്വിക്ക് ആക്ഷൻ ഫോർ ക്യാമറ, വെൻ ദ സ്ക്രീൻ ഈസ് ഓഫ് ഡബിൾ പ്രസ് ദ വോളിയം ഡൗൺ ബട്ടൺ, അത് ക്യാമറയായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട്. ഓക്കെ, വൺ സ്ക്രീൻ ഈസ് ഓഫ് ചെയ്തു, ഡബിൾ പ്രസ് ആണ് കേട്ടോ, പ്രസ് ആൻഡ് ഹോൾഡ് അല്ല ഡബിൾ പ്രസ് ഉണ്ടോ, ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ക്യാമറ വന്നു. ഓക്കെ, തീർന്നില്ല. ഇനി നമ്മുടെ പവർ ബട്ടൺ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ വരുന്നത് ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ വേണ്ട ജെമിനിയുടെ സംഭവങ്ങളൊക്കെയാണ്, അത് മാറ്റിയിട്ട് നമുക്കത് ലോഞ്ച് ഗൂഗിൾ അസിന് പകരം ലോഞ്ച് പവർ മെനു കൊടുത്താൽ മതി. അപ്പോൾ പ്രസ് ആൻഡിനകത്ത് ഡയറക്റ്റായിട്ട് നമ്മുടെ പവർ മെനു വന്നു. പിന്നെ ഡബിൾ പ്രസ് പവർ ബട്ടൺ ഓപ്പൺ ആക്സസ് കാർഡ് നോക്കട്ടെ കേട്ടോ ഉണ്ടോ, ഇങ്ങനെ ആക്സസ് കാർഡ് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഓഫ് ചെയ്തിട്ടേക്കാം. ആൻഡ് ദെൻ നമ്മുടെ ഈസി ടച്ച്, ദാറ്റ് മീൻസ് നമ്മുടെ അസിസ്റ്റീവ് ടച്ച് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഓൾറെഡി ഇതിനകത്ത് സ്മാർട്ട് സൈഡ് ബാറൊക്കെ ഉള്ളത് കാരണം ഇല്ലെങ്കിലും കുഴപ്പമില്ല, ബട്ട് സ്റ്റിൽ ദർ ഈസ് എൻ ഓപ്ഷൻ. ഓക്കെ, ഇത് കണ്ടോ, ഇവിടെ ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഷോർട്ട് കട്ട്സും കുറേ ആപ്സും സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ജസ്റ്റ് ടാപ്പ് ചെയ്യുക ആണോ, കസ്റ്റമൈസ് മെനു കൊടുക്കുക, ഏതൊക്കെയാണോ വേണ്ടത് ആപ്സ് വേണ്ടത് അതൊക്കെ സെലക്ട് ചെയ്യുക.
ഏതൊക്കെയാണ് വേണ്ടാത്ത അൺസെലക്ട് ചെയ്യുക, ഏതൊക്കെയാണ് ടൂൾസ് വേണ്ടത് സെലക്ട് ചെയ്യുക ഉണ്ടോ. ഇനി ജസ്റ്റ് എന്നിട്ട് ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഒരു സംഭവം എക്സാക്റ്റ് നമ്മുടെ പവർ ബട്ടൺ എവിടെയാണ് അവിടെ തന്നെ കൊണ്ടിടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, ജസ്റ്റ് നോക്കണം കേട്ടോ. ഇനി നമുക്ക് ഏത് സ്ക്രീനിൽ ജസ്റ്റ് ഇവിടെ ടാപ്പ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവം വരും. ഏതൊക്കെയാണ് ആപ്പ് സെലക്ട് ചെയ്യേണ്ടത് അതൊക്കെ നമുക്ക് പിന്നെ അതിന് തന്നെ ടാപ്പിൽ എന്ത് ചെയ്യണം, ഡബിൾ ടാപ്പിൽ എന്ത് ചെയ്യണം, പ്രസ് ആൻഡ് ഹോൾഡിൽ എന്ത് ചെയ്യും. ഇപ്പോൾ ഡബിൾ ടാപ്പിൽ എന്ത് ചെയ്യാൻ ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നു ലോക്ക് സ്ക്രീൻ എന്ന് തോന്നുന്നു. അപ്പോൾ ഡബിൾ ടാപ്പിൽ ലോക്ക് സ്ക്രീൻ ആയി കഴിഞ്ഞാൽ ഉണ്ടോ പവർ ബട്ടണിൽ വിർച്വലി ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ ലോക്ക് ആവും. ഓക്കെ, കുറച്ച് നൈസ് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് കാരണം. ഓക്കെ, സോ അതാണ് നമ്മുടെ ഈസി ടച്ച് അല്ലെങ്കിൽ SST ടച്ച് എന്ന് പറയുന്നത്. അതിനകത്തും പിന്നെയും കസ്റ്റമൈസേഷൻ ഉണ്ട്. പിന്നെ 1 ഹാൻഡ് മോഡ് യൂസിങ് ജസ്റ്റർ സ്വൈപ്പ് ഇൻ സ്വൈപ്പ് ഔട്ട് ഉണ്ടോ. സിമ്പിളായിട്ട് 1 ഹാൻഡ് മോഡ്, അതിൻ്റെ സൈസ് കൂട്ടാൻ സ്വൈപ്പ് ഇൻ സ്വൈപ്പ് ഔട്ട് ഉണ്ടോ. അത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സൈസ് കൂട്ടാൻ കുറയ്ക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. ജസ്റ്റ് ടേൺ ഓഫ് ചെയ്യുക. ആൻഡ് ദെൻ നമ്മുടെ വോയിസ് ഐസൊലേഷൻ, ഫേസ് ബ്യൂട്ടി ഫോർ വീഡിയോ കോഡ്, പിന്നെ അത് ഡൈനാമിക് ലൈറ്റ്സ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് എക്സ്ട്രാ നമുക്ക് അവിടെ അവൈലബിൾ ആണ്. ആൻഡ് നെക്സ്റ്റ് ദ മെയിൻ തീം ഹൈലൈറ്റ് ഓഫ് ദ ഫോൺ, ദാറ്റ്സ് ദ ക്യാമറാസ്. ഇതാണ് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവോ X200FEയുടെ ഫ്രണ്ട് ക്യാമറ, 4K അറ്റ് 60 FPS റെക്കോർഡിങ്. ഓക്കെ, സോ ആൻഡ് എലോങ് വിത്ത് ദാറ്റ് നമുക്ക് സ്റ്റഡി ഫേസിൻ്റെ മോഡൽ ഉണ്ട്. 1080p അറ്റ് 30 FPS നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ സ്റ്റഡി ഫേസ് വരുന്നത്. നമ്മുടെ നോർമലാണ് കേട്ടോ. ഞാൻ സ്റ്റഡി ഫേസ് ഇട്ടൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ആൻഡ് ഇതിനകത്ത് തന്നെ നമുക്ക് 0.6x, 1x, 2x ഓക്കെ കണ്ടോ, ഇങ്ങനെ നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ലുക്സ് നൈസ്. സ്റ്റഡി ഫേസ് 1080p at 30 FPS നിൽക്കും കേട്ടോ. ഞാൻ ജസ്റ്റ് നോടാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇതിനകത്ത് നമുക്ക് 0.8x, 1x, 2x ഇട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ X200FEയുടെ റിയർ ക്യാമറ, 4K at 60 FPS. ഓക്കെ, സോ 1x, 2x, ഓൾ ദ 2.9x വരെയാണ് നമുക്ക് പോകാൻ പറ്റുക. ഓക്കെ, സോ റിയർ ക്യാമറ സ്റ്റെബിലൈസേഷൻ ആണ്. 1080p അറ്റ് 60 FPS നമ്മുടെ റിയർ ക്യാമറ സ്റ്റെബിലൈസേഷൻ. ഞാൻ ജസ്റ്റ് അത്യാവശ്യം നല്ല സ്പീഡിൽ ഓടാം.
ഇതാണ് നമ്മുടെ വിവോ X200 പോർട്രേറ്റ് വീഡിയോ 1x ഓക്കെ. സോ യു ക്യാൻ സീ ദ ബാക്ക്ഗ്രൗണ്ട് ബ്ലറും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ആൻഡ് ഇനി നമുക്ക് ഞാൻ 3x ആക്കാം. ഇതാണ് നമ്മുടെ X200 പോർട്രേറ്റ് വീഡിയോ 3x ആൻഡ് യു ക്യാൻ സീ ദ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ കാര്യങ്ങളൊക്കെ ജസ്റ്റ് അറിയാൻ പറ്റും. സോ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ സ്റ്റാർട്ടിങ് ഓഫ് നമ്മുടെ ഇതിനകത്ത് ഒരു സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഡെഡിക്കേറ്റഡ് മോഡ് ഉണ്ട്. നിങ്ങളുടെ സ്വൈപ്പ് ചെയ്താൽ മതി. കണ്ടത് ഇവിടെ തന്നെ ഒരു കുറേ മോഡുണ്ട്. സോ 24mm, 28mm, 35mm, 50mm, 85mm, 100mm. ഇനി ക്യാമറ സ്പെസിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണം. രണ്ടുപേർക്കും 50mm മെയിൻ ക്യാമറ. രണ്ടാമതൊരു ട്വിസ്റ്റ് ഉണ്ട്. 50mm ടെലിഫോട്ടോ 2x ഒപ്റ്റിക്കലാണ് നമ്മുടെ iQ13 ഉള്ളത് വേഴ്സസ് 50mm പെരിസ്കോപ്പ് ടെലിഫോട്ടോ 3x ആണ്. അത് വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. അങ്ങനെയല്ല, 85mm എക്സ്ട്രാ ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കിട്ടും വേഴ്സസ് ഇവിടെ നമുക്ക് ആ ഓപ്ഷൻ മിസ്സിംഗ് ആണ്. യു ക്യാൻ സി ആണോ, 85mm ഓപ്ഷൻ മിസ്സിംഗ് ആണ്. 50 കഴിഞ്ഞാൽ നേരെ പിന്നെ 100 മാത്രമേ ഉള്ളൂ. സോ എക്സ്ട്രാ ഒരു മോഡിൻ്റെ അഡ്വാൻറ്റേജ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇത് മാത്രമല്ല, ഞാനിപ്പോൾ ജസ്റ്റ് ഇതിനകത്ത് ഇത് ആ ഒരു മോഡാണ് നമുക്ക് ഇവിടെ മൊത്തം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള മോഡാണ്. നമുക്ക് ഈ നോർമൽ മോഡിട്ട് വരാം. ഉണ്ട് ഇവിടെ തന്നെ നൈസ് ഉണ്ട്. ഇവിടെ നമുക്ക് ഇതേ കുറേ ഉണ്ടോ ടെക്സ്റ്റേർഡ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, സെയ്സ് നാച്ചുറൽ ഉണ്ട്. ഇതിനകത്ത് സെയ്സ് നാച്ചുറലാണ്. ഇതിനകത്ത് വെറും നാച്ചുറൽ എന്ന് പറഞ്ഞേക്കാണ്. വിവിഡ് ഉണ്ടോ, വിവിഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. സെയ്സിൻ്റെ ഒരു സംഭവം കൂടെ നമ്മൾ ഐക്യനകത്ത് വരുന്നില്ല കേട്ടോ. ഓക്കെ, പക്ഷേ എല്ലാം നമ്മുടെ ഇതിനകത്തുണ്ട്. ഇനിയാണ് മെയിൻ ഡിഫറൻസ് ഇട്ട് വരുന്നത്. സോ സ്റ്റാർട്ടിങ് ഓഫ് രണ്ടുപേർക്കും സ്നാപ്ഷോട്ട്, ദെൻ രണ്ടുപേർക്കും നൈറ്റ് മോഡ്, ആൻഡ് ദെൻ രണ്ടുപേർക്കും പോർട്രേറ്റ്സ്. ഇവിടെ മുതൽ ചേഞ്ചസ് തുടങ്ങുകയാണ്. പോർട്രേറ്റ്സിനകത്ത് ഇവിടെ കണ്ടോ സെയ്സിന് ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു മോഡുണ്ട്. അത് നമുക്ക് ഇവിടെ മിസ്സിംഗ് ആണ്. സെയ്സിൻ്റെ ഡെഡിക്കേറ്റഡ് മോഡിനകത്ത് ഇഷ്ടം പോലെ കിട്ടില്ലൻ നല്ല രസം കാണാൻ, നല്ല രസമുള്ള ടൈപ്പ് ഈ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാനുള്ള ഓപ്ഷൻ. സിനി ഫ്ലെയറും സിനിമാറ്റിക് വെച്ച് ഒരു തീയാണ് കേട്ടോ. അത് പക്കറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഇത് സിനി ഫ്ലെയർ കിട്ടി കഴിഞ്ഞാൽ ഇവിടെ പിന്നെയും ഫർദർ അഡ്ജസ്റ്റ് മീൻസ് ഇങ്ങനെ ലൈറ്റ് മിന്നണ പോലത്തെ എഫക്റ്റ് ഒക്കെ വരുത്താനുള്ള കിട്ടിലും സാധനം ഉണ്ട് കേട്ടോ. അതാണ് അത് കംപ്ലീറ്റ് മിസ്സിംഗ് ആണ്. നമ്മുടെ സെയ്സിൻ്റെ ഒരു സാധനവും AQ13 ഇല്ല. ആൻഡ് നെക്സ്റ്റ് തീർന്നിട്ടില്ല. ഇവിടെ നമുക്ക് കണ്ടോ ഒരു പോർട്രേറ്റ് ലെൻസ് കിറ്റുന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് ലാൻഡ്സ്കേപ്പ്, സ്ട്രീറ്റ്, നാച്ചുറൽ, ക്ലാസിക്, ഫിഗർ, ക്ലോസ്അപ്പ് അങ്ങനെയും കുറച്ച് ഓപ്ഷൻസ് ഡെഡിക്കേറ്റഡ് ആയിട്ട് അത് നമുക്ക് മാനുവലായിട്ട് ഇങ്ങനെ മാറ്റാം. പക്ഷേ കുറച്ചും കൂടി ഒരു അടിപൊളിയായിട്ട് രസത്തിൽ കിട്ടും നമുക്ക് നമ്മുടെ X100 അതൊക്കെ മിസ്സിംഗ് ആണ് നമ്മുടെ iQ13. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നമ്മുടെ സെയിം തന്നെ രണ്ടുപേർക്കും സെയിം സെറ്റ് ഓഫ് ഓപ്ഷൻസ്, രണ്ടുപേർക്കും നമ്മുടെ സെയിം സെറ്റ് ഓഫ് നോർമൽ ഫിൽറ്റേഴ്സ് ആൻഡ് എക്സ്ട്രാ നമുക്ക് ഇതിന് iQ13 കുറച്ച് സ്റ്റൈൽസും കൂടെ വരുന്ന ടെക്സ്ചർ, വിവിഡ്, സെയ്സ് ഉണ്ട്. അതിന് പകരം ഇതിനകത്ത് അങ്ങനത്തെ ഓപ്ഷൻസ് മിസ്സിംഗ് ആണ് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മുടെ ഫോട്ടോയ്ക്കകത്ത് നമുക്ക് 0.6x മുതൽ രണ്ട് കാണിച്ചിട്ടും 0.6x, 1x രണ്ടുപേർക്കും ഉണ്ട്, 2x ഉണ്ട് രണ്ടുപേർക്കും, 3x മിസ്സിംഗ് ആണ്. ഡയറക്റ്റ് പിന്നെ 4x ഇട്ട് പോകണേ കണ്ടോ 4x. ഇതിനകത്ത് 10x ഉണ്ട്. ഇതിനകത്ത് 10x ഇല്ല കേട്ടോ. ആൻഡ് ഓൾ ദ വേ ടു 100x വേഴ്സസ് 30x കണ്ടോ. ഇത് iQ13 ഇതാട്ടോ iQ13. ഓക്കെ, iQ13 വേഴ്സസിൻ്റെ ഡിഫറൻസ് ആണ്. നെക്സ്റ്റ് വീഡിയോയിൽ ഇതേപോലെ തന്നെ 15x വരെ പോകാൻ പറ്റും. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു 10x ആണെന്ന് തോന്നുന്നു. ഓക്കെ കണ്ടോ, 10x വരെ പോകാൻ പറ്റുള്ളൂ. ആൻഡ് വേറെ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് iQ13 8K at 30 FPS റെക്കോർഡിംഗ് ഉണ്ട് വേഴ്സസ് നമുക്ക് ഇതിനകത്ത് 4K at 60 FPS ആണ് മാക്സിമം പോകത്തുള്ളൂ. ഓക്കെ, അങ്ങനെ ഡിഫറൻസ് ഉണ്ട്. പിന്നെ മൈക്രോ മൂവി എന്ന് ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു മോഡുണ്ട്. പിന്നെ മോറിനകത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു പോർട്രേറ്റ് വീഡിയോ. അപ്പോൾ ഈ ഡെഡിക്കേറ്റഡ് ആയിട്ട് പോർട്രേറ്റ് വീഡിയോ നോർമൽ പോർട്രേറ്റ് വ്യത്യാസം ഉണ്ടോ? ഉണ്ട്. ഓക്കെ, ഇതിനകത്ത് Fലേക്കുമാണ് പോർട്രേറ്റ് വീഡിയോ തന്നെ. അത് നോർമൽ സെറ്റ് ഓഫ് ബാക്ക്ഗ്രൗണ്ട് ബൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ രണ്ടുപേർക്കും ഉണ്ട് കേട്ടോ. ഉണ്ടോ, സെയിം തന്നെ. പിന്നെ ഇതിനകത്ത് ആ ഒരു ഫേസ് റീടച്ചിങ് ഓപ്ഷൻ അത് രണ്ടുപേർക്കുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ലൈറ്റിങ്ങുള്ള ഓപ്ഷൻസ് ഉണ്ടോ, അത് രണ്ടുപേർക്കുണ്ട്. ഇതിനകത്ത് എക്സ്ട്രാ മൂവി LUTs കൊണ്ട് കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട്. ആൻഡ് ഇത്ര ഉള്ളൂ കേട്ടോ. ഫിൽറ്റേഴ്സിനകത്ത് ഇത്ര ഉള്ളൂ. കുറച്ച് പക്ഷേ നൈസ് ആയിട്ടുള്ള മൂവി LUTs ഉണ്ട് കേട്ടോ കുറച്ചിനകത്ത്. ആൻഡ് ഇതിനകത്ത് നമുക്ക് കസ്റ്റം കൊടുത്തിട്ട് ഇതേപോലെ തന്നെ നമുക്ക് LUTs ചെയ്യാൻ പറ്റും കണ്ടോ. ഇനി നമുക്ക് വേറെ LUTs ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ മോർ എഫക്ട്സിനകത്ത് ഇവിടെ കുറേ ഡീറ്റെയിൽ ആയിട്ട് ഗ്രെയിന്, സ്ക്രാച്ച്, വിൻറ്റേജ്, സോഫ്റ്റ് ഫോക്കസ്, സ്ലോ ഷട്ടർ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെയൊക്കെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഫ്ലെയറിനകത്ത് നമുക്ക് സെയ്സിൻ്റെ തന്നെ സെയ്സ് നാച്ചുറൽ, സെയ്സ് സിനിമാറ്റിക് ഇതും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇവിടെ രണ്ടുപേർക്കും 1080p at 30 FPS ഇട്ട് ഓട്ടോ പോർട്രേറ്റ് മോഡ് ഓൺ ആക്കി കഴിഞ്ഞാൽ ഓക്കെ. പിന്നെ മോറിനകത്ത് നമ്മുടെ ബേസിസ് ഔട്ട് ഓഫ് ഹൈ റെസൊല്യൂഷൻ, പനോരമിക്, അൾട്രാറ്റഡ് ഡോക്യുമെൻറ്റ്, സ്ലോ മോഷൻ, ടൈം ലാപ്സ്, പിന്നെ ലോങ് എക്സ്പോഷർ, സൂപ്പർ മൂൺ, ആസ്ട്രോ ഫോട്ടോഗ്രാഫി, ടിൽ ഷിഫ്റ്റ്, പ്രോ മോഡ്, ഫിഷ് ഐ, ലൈവ് ഫോട്ടോ. എക്സ്ട്രാ ഇതിനകത്തുള്ളത് നമ്മുടെ S25 അൾട്രയൊക്കെ പോലെ സ്റ്റേജ് അങ്ങനത്തെ സ്റ്റേജ് നിൽക്കുമ്പോൾ പോർട്രേറ്റ്, കാരണം 3x ഉള്ള കാരണം അതിൻ്റെ അഡ്വാൻറ്റേജ് വെച്ച് പിടിച്ചേക്കാനാണ് നമ്മുടെ സ്റ്റേജ് പോർട്രേറ്റ്സ്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ട് നമ്മുടെ X100 iQ13 അത് മിസ്സിംഗ് ആണ്. ഓക്കെ,
അപ്പോൾ ഇത്രയാണ് നമ്മുടെ X200 FEയുടെ ടിപ്സ്, ട്രിക്സ് ആൻഡ് ഫീച്ചേഴ്സ് ആൻഡ് സെറ്റിംഗ്സ് നോക്കുക വീഡിയോ വേഴ്സസ് നമ്മൾ ജസ്റ്റ് ക്വിക്കായിട്ട് നമ്മുടെ IQ13 ആയിട്ടുള്ള കമ്പാരിസൺ. സോ ഓവറോൾ ഫൈനൽ വേർഡിക്റ്റ് പറയുകയാണെങ്കിൽ ഇഫ് യു ആർ ഇൻ ടു ദ പെർഫോമൻസ് ആൻഡ് ഡെഫിനറ്റ്ലി നമ്മുടെ IQ13 ആൻഡ് ഇഫ് യു ആർ റിയലി ഇൻ ടു ദ ക്യാമറ ഓർ ഫോട്ടോഗ്രാഫി ദെൻ ഐ വുഡ് റെക്കമെൻഡ് ദ Vivo X200 FE. So thank you.